വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ തിരുവചനങ്ങൾ. ജനക്കൂട്ടം ഒരുവനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക, അന്ധത നിറഞ്ഞ അവൻ്റെ സൗഖ്യം നൽകണമെന്നല്ല, മറിച്ച് അവനെ ഒന്ന് സ്പർശിക്കണമെന്നാണ് അവരെല്ലാവരും ആവശ്യപ്പെടുക. യേശു അവനെ 2 പ്രാവശ്യമായിട്ടാണ് സുഖപ്പെടുന്നത്. അവനെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നീടാണ് അവന് സൗഖ്യം നൽകുക. അപ്പോൾ അതിനെന്തോ പ്രത്യേകതയുണ്ട്. ശാരീരികമായ അന്ധതയേക്കാൾ ഉപരി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അന്ധത അനുഭവിക്കുന്ന വ്യക്തിയാണ് അവനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വികലമായ കാഴ്ചപ്പാടാണ് അവനുണ്ടായിരുന്നത്. അവൻ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനകരമായ വസ്തുക്കളൊന്നാണ് മരം. ശുദ്ധമായ വായുവിന് മുതൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഒക്കെ മരം ആവശ്യമാണ്. അപ്പോൾ മനുഷ്യരെ മരങ്ങൾ പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ആവശ്യത്തിന് മാത്രം അവരെ കാണുക, ആവശ്യമില്ലാത്തപ്പോൾ അവരെ ഉപേക്ഷിക്കുക എന്നതാണ്. നമുക്കൊന്ന് നിമിഷം ചിന്തിച്ച് നോക്കാം. ഈ മനുഷ്യനെ പോലെ മനുഷ്യരെ നമ്മൾ മരങ്ങളായിട്ട്, നമുക്ക് ഉപകാരപ്രദമായ വസ്തുക്കളായിട്ടാണോ നാം മനുഷ്യരെ കാണുക? അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സ്പർശനം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമ്മെ ജീവനുണർത്താവായ ശംശരീകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.